ഗ്രീൻ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലാകമാനം 5 സെൻറ്റുള്ള താമസക്കാരെ കുടിയിറക്കുന്ന പ്രവണത വളരെ ത്വരിതഗതിയിൽ നടന്നു വരികയാണ്. കേരള ഗവൺമെൻറ് അനുകൂലമായി 5 സെൻറ്റുള്ള കുടിയിറപ്പുകാരെ നിലനിർത്തത്തക്കവണ്ണമുള്ള അസംബ്ലിയിൽ ബില്ല് പാസ്സായപ്പോഴേക്കും ആ ബില്ല് നിയമമായി നടപ്പിൽ വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം നിൽക്കവേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രൈവറ്റ് ബാങ്കുകൾ, മഹേന്ദ്രയെ പോലുള്ള പ്രൈവറ്റ് ബാങ്കുകൾ വ്യാപകമായി കുടിയിറക്കുകയാണ്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട കോടതി ഏൽപ്പിക്കുന്ന കമ്മീഷണർമാർ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഗുണ്ടകളെപ്പോലെ പെരുമാറുകയും ജാതി അധിക്ഷേപവും നടത്തുകയാണ്. അത് അനുവദിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട കോടതി കേരള ഗവൺമെൻറ് ഇങ്ങനൊരു ബില്ല് പാസ്സാക്കുമ്പോഴേക്കും ആ ബില്ലിൻ്റെ നിയമസാധുതകൾ കൂടെ പരിശോധിച്ച് അല്പസാവകാശം കൂടി നടപടിയെടുത്താൽ ഈ പാവപ്പെട്ട 5 സെൻറ്റുള്ള കിടപ്പുകാർക്ക് ഒരു അനുഗ്രഹമാകുമായിരുന്നു. ഈയിടയ്ക്ക് 7-ാം മൈലിൽ കുടി ഇറക്കാൻ വേണ്ടി 5 സെൻറ്റുള്ള ഒരു പട്ടികജാതിക്കാരൻ്റെ വീട്, അത് 4 സെൻറ്റേ ഉള്ളൂ, 4 സെൻറ്റുള്ള പട്ടികജാതിക്കാരൻ്റെ വീടിറക്കാൻ വേണ്ടി ഒരു കമ്മീഷനുമായിട്ട് വന്നു. കമ്മീഷനോട് ആരും ഒന്നും സംസാരിച്ചില്ല. കമ്മീഷൻ ആദ്യത്തെ ഒരു നോട്ടീസ് കൊടുത്തു. അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞ് ഇറക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും നോട്ടീസ് കൊടുത്തില്ല. ആ നോട്ടീസ് കൊടുത്ത കാര്യം മാത്രമേ അദ്ദേഹത്തിൻ്റെ ചോദിച്ചുള്ളൂ. രണ്ടാമത്, അനധികൃതമായ അവിടെ വലിയ ഓഫീസറും മഹേന്ദ്ര ബാങ്കിൻ്റെ ജപ്തി നടപടിയുമായി അല്ലെങ്കിൽ ഒഴിപ്പിക്കൽ നടപടിയുമായി കോടതി നിശ്ചയിച്ച കമ്മീഷൻ വരുമ്പോഴേക്കും അവിടെ കുന്നത്തൂർ വില്ലേജ് ഓഫീസറും അവിടുത്തെ വില്ലേജ് അസിസ്റ്റന്റ് ദിലീപും വന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാനും നാട്ടുകാരും സംസാരിച്ചു. അതിന് പരാതിയായി പ്രശ്നമായി ശാസ്താംകോട്ട SHOയ്ക്ക് പരാതി കൊടുത്തു. വീട്ടിൽ ഇരുന്ന സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്തി പരാതി കൊടുത്തു. ആ വീഡിയോ നോക്കി അറിയാം ആരാണ് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതി അയച്ച കമ്മീഷൻ ആരും കൈകാര്യം ചെയ്തില്ല, സംസാരിച്ചില്ല, ഒരക്ഷരം ഇല്ല. അദ്ദേഹത്തിന് നോട്ടീസിൻ്റെ കാര്യം ചോദിച്ചു. വന്ന അപ്പോഴ് തൊട്ട് പോലീസ് സംരക്ഷണത്തോടുകൂടി, ജീപ്പ് നിറച്ച് പോലീസ് സംരക്ഷണത്തോടുകൂടി വന്ന ഈ പട്ടികജാതിക്കാരൻ്റെ വീട് ഇറക്കാൻ വേണ്ടി വന്നത് ജനം സംസാരിച്ചു എന്നല്ലാതെ അവിടെ ആരെയും കൈയേറ്റം ചെയ്യുവാനോ ഒന്നും. ആ കമ്മീഷൻ ഇന്നൊരാളിനെ വിളിച്ച് ഫോണിൽ സംസാരിച്ച ആ വോയിസ് ക്ലിപ്പ് ഞാൻ വെളിയിൽ വിട്ടിട്ടില്ല. കാരണം ഈ പട്ടികജാതിക്കാരായ ഊളകളെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി SP-ക്ക് ഒരു പരാതി കൊടുത്ത് ഒരു വണ്ടി പോലീസുമായിട്ട് വന്ന് 2 അടിയും കൊടുത്ത് ഈ പട്ടികജാതിക്കാരായ എല്ലാ ഊളകളെയും റോഡിൽ കയറ്റും എന്നാണ് സംസാരിച്ചിരിക്കുന്നത്. ഇത്രയും നികൃഷ്ടമായ ഭാഷ ഉപയോഗിക്കുന്ന ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ, എല്ലാ അഡ്വക്കേറ്റ് കമ്മീഷണറും ഇതുപോലെ പറയുന്നില്ല. എത്രയോ കമ്മീഷണർമാർ 8-9 പ്രാവശ്യം ഒരു വീടൊഴിപ്പിക്കാൻ പോയിട്ട് തിരിച്ചു പോകുന്നു. ഇത്രയും നികൃഷ്ടമായ ഭാഷ ഉപയോഗിക്കുന്ന ഒരു കമ്മീഷണറെ ജീവിതത്തെ കണ്ടിട്ടില്ല. ഇങ്ങനെ സംസാരിക്കാമോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം 4 സെൻറ്റും ഒരു പട്ടികജാതിക്കുന്ന 4 സെൻറ്റും ആ കുടുംബത്തിനെ റോഡിൽ കയറ്റി വിട്ട് ഈ കമ്മീഷർക്ക് എന്താ കിട്ടാൻ പോകുന്നു? നടപടി നടത്തിക്കുമോ? അതിനൊന്നും വിരോധമില്ല. ഇത്രയും വാശിയായിട്ട് ഞാൻ SP ഓഫീസിൽ നിന്ന് ഒരു വലിയ ജീപ്പ് നിറച്ച് പോലീസിനെയും കൊണ്ടുവന്ന് ഈ ഊളകളെ പുറത്താക്കി വിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കാര്യവുമില്ല. അതിന് കേരള ഗവൺമെൻറ് അടിയന്തരമായിട്ട് ശ്രദ്ധ ചെലുത്തണം. ബില്ല് പാസ്സാവും തോറും കേരള ഗവൺമെൻറ്റിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റത്തക്കവണ്ണം ഇതിനകത്ത് പലരും പ്രവർത്തിക്കുന്നുണ്ട്. ബില്ല് പാസ്സായി ഗവർണർ ഒപ്പിട്ട് ഒരു ജില്ലയിൽ തോറും ഒരു കമ്മിറ്റി വന്ന് അതിൽ അർഹരായവരെ 4-5 സെൻറ്റുകൾ വരെ നിലനിർത്താൻ വേണ്ടി ഗവൺമെൻറ് ത്വരിതഗതിയിൽ പ്രവർത്തിക്കുമ്പോഴേക്കും അടിയന്തരമായിട്ട് ഈ കുടിയിറക്കൽ പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുകയും കുടിയിറക്കലുമായി മുൻപോട്ട് പോകുന്നതിന് നിയമവകുപ്പിൽ നിന്നുകൊണ്ട് അടിയന്തരമായ നടപടി ഉണ്ടാവണം. അടിയന്തരമായ ഒരു നടപടിയുമായിട്ടൊരു മുമ്പോട്ട് വരണം. ബഹുമാനപ്പെട്ട കോടതികളൊന്ന് ശ്രദ്ധിക്കണം. അല്പസാവകാശം കൊടുക്കണം. ഈ പ്രൈവറ്റ് ബാങ്കുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പെരുമാറുന്ന കമ്മീഷണർമാരെ ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ളൊരു അവസരമൊരുക്കണം കോടതി. ഇങ്ങനെയുള്ള കമ്മീഷണർമാർ അവരെ സ്വഭാവവും മറ്റു കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതികൾ ഒരു കമ്മീഷൻ നിയമിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. എല്ലാ കമ്മീഷണർമാരുമല്ല, വിരലെണ്ണാവുന്ന കമ്മീഷണർമാർ ഈ കാണിക്കുന്ന പ്രവൃത്തി അതിഭയാനകമാണ്. കമ്മീഷണറുടേതായ യോഗ്യതയോടുകൂടി പെരുമാറണം. ഓരോ സൈറ്റിൽ വന്ന് ഗുണ്ടകളെപ്പോലെ പെരുമാറരുത്.
ചിട്ടിയിലെടുത്ത് പട്ടിക തറയ്ക്കാൻ നടക്കരുത്. ഇതൊക്കെ ഞാൻ എടുത്ത വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രിയും നിയമവകുപ്പും അടിയന്തരമായി ഇടപെടണം.